വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതുപോലെ തന്നെ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഫോളോ ചെയ്ത് വരുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, അതൊന്നും നമ്മൾ എവിടെ എഴുതില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതില്ല. അവിടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയ എക്സ്പെൻസസും ഇൻകംസും ആണ് കാണിക്കുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി, കമ്മീഷൻ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ട്രാൻസ്ഫർ ടു റിസർവ്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് in partnership is an extension of profit and loss account. Profit and loss account in the continuation ആണ് ഇത് profit and loss appropriation account and is prepared to show how net profit has been distributed among partners. നമുക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ മെൻഷൻ ചെയ്യുന്നത്. This account is credited with interest on capital, salary and commission to partners. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ ട്രാൻസ്ഫർ ടു റിസർവ് ഉണ്ടെങ്കിൽ അതും എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. If, however, profit and loss account shows a net loss. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ ഫോളോ ചെയ്താണ് ഇത് വരുന്നത്. അപ്പോൾ നെറ്റ് ലോസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അത് കാണിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മളത് കാണിക്കുന്നത്. ഇനി ആഫ്റ്റർ these adjustments have been made, any amount of profit or loss shall be transferred to partners capital account or current account as the case may be in profit sharing ratio. Profit and loss appropriationന്റെ ബാലൻസ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പ്രോബ്ലംസ് സാധാരണ നമുക്ക് എല്ലാ വർഷവും ചോദിക്കും. പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും.